കത്തി എറിഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കുന്നേ? അയ്യോ അവന്മാരെ എറിഞ്ഞു തമ്പിളി. പോട്ടെ, നിങ്ങൾ അവരെ പോയി നോക്ക്. ഞാൻ മേഡത്തിനെ വിളിക്കട്ടെ. അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. തടഞ്ഞു വയ്ക്കണം. ഞങ്ങളത് അങ്ങോട്ട് വന്നോണ്ടിരിക്കേ. ഒന്ന് വേഗം വിടറോ. വഴി തീർന്നു. ഒരു പിടിയും കിട്ടുന്നില്ല അണ്ണാ. നമ്മളേതോ പത്മവ്യൂഹത്തിൽ പെട്ടതുപോലെ ആയി. മിടുക്കന്മാര് രക്ഷപ്പെട്ടു പോവാണല്ലേ? അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോയാൽ എങ്ങനെയാ? കുട്ടൂസേ, എന്തോ? പാവങ്ങളെ രക്ഷപ്പെടാൻ പോവാ. നമുക്ക് അവന്മാരെ അങ്ങ് രക്ഷപ്പെടുത്തിയാലോ? അവന്മാരെ ഞാൻ പോയി രക്ഷപ്പെടുത്താം. അങ്ങോട്ട് പോകൂല. രണ്ടാക്കും രക്ഷപ്പെട്ടോളാൻ വയ്യല്ലേ? ഇനി വിശ്രമിച്ചിട്ട് പോയാ മതി. ദാ പിടിച്ചോ. ഇതെന്താണ് പറ്റിയെന്ന് അറിയില്ലല്ലോ. എന്റെ കാലെടുക്കാൻ പറ്റുന്നില്ല. അണ്ണാ എന്താ ഇവിടെ നടക്കുന്നത്? കോസ്റ്റ് നമ്മളെ കെട്ടിയിട്ടെന്നാ തോന്നുന്നത്. വഴി തെറ്റി കണ്ണും കാണാതെ കുട്ടൂസേ, ഇനി ആ കെട്ടങ്ങ് പൊട്ടിച്ചേക്ക്. അയ്യോ, ക്ഷുദ്രന് 5 സുന്ദരികൾ പഞ്ഞിക്കിടുവാണല്ലോ. വീണ്ടും ഇവന്മാരുടെ കൈ തന്നെയാ പോയി വീണത് ഇവന്മാര്. അവളുമാരുടെ അടിക്കൊരു മര്യാദയില്ലല്ലോടി. തീർന്നടി. അവരിനി വന്ന പോലെ തിരിച്ചു പോവില്ല. എന്റെ ദൈവമേ, എന്തെങ്കിലും ചെയ്യലിനെ. പോളും മന്ദാകിനി, നിർത്ത്. ആരാ ഇവന്മാര്? ഓടി രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും.
മന്ത്രിയുടെ മോനാ മാഡം. നിങ്ങളോ? വനിതാ ഹോസ്റ്റലിൽ പാതിരാത്രി ഒളിച്ചു കയറിയ മന്ത്രിപുത്രനും കൂട്ടുകാരനും. നാളത്തെ പത്രവാർത്തയിൽ ഇതായിരിക്കുമല്ലോ രുദ്രൻ സാറേ. അല്ല, രുദ്രൻ സാറിന് ഇത് ആദ്യത്തെ പരിപാടിയാണോ അതോ ഇതൊരു ശീലമാണോ? എന്താടാ നിന്ന് പരിങ്ങുന്നത്? നീ വേറെ ഏതെങ്കിലും വനിതാ ഹോസ്റ്റലിൽ കയറിയിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കയറിയിട്ടില്ല. നീ മുമ്പ് ഹോസ്റ്റലിൽ കയറിയിട്ടില്ലേ? അത് ഒരു തവണ കയറാൻ ചെന്നു, നടന്നില്ല സർ. അപ്പോ ഗുരുവും ശിഷ്യനും രാത്രിയായാൽ ഇതാണ് പരിപാടി അല്ലേ? രുദ്രൻ സാറേ, ഇനി പറ, നിങ്ങൾ എന്തിനാ ഈ പണിക്ക് പോയത്? മാറി നീ പറയില്ലല്ലേ? അയ്യോ, എനിക്കൊന്നും അറിയില്ല സർ. ചെറുക്കനെ അടിക്കരുത്. ഓ, ഞങ്ങൾക്ക് ഇവനെയല്ലേ അടിച്ച് സത്യം പറയിപ്പിക്കാൻ പറ്റൂ രുദ്രൻ സാറേ? അല്ലാതെ മന്ത്രിപുത്രന്റെ ദേഹത്ത് തൊടാൻ പറ്റൂ? ഞങ്ങളുടെ തൊപ്പി തെറിക്കില്ലേ? ദൈവമേ, ഏതെങ്കിലും മന്ത്രിയുടെ മോനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. നിങ്ങൾ റോസ്മേരി ഹോസ്റ്റലിൽ കയറിയതിന് വാർഡന്റെ പരാതിയുണ്ട്. കേസെടുത്തേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ അവിടെ കയറിയത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയണം. സത്യം തുറന്നു പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായടാ സാറേ? അപ്പൊ ഞങ്ങൾ എന്തിനാണ് അവിടെ കയറിയെന്ന് നിങ്ങൾക്ക് അറിയണം അല്ലേ? ശരി, കയറിയെന്ന് വാടം പരാതിയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ഇട്ട് പട്ടിയെ പോലെ തല്ലി.